നമുക്ക് കഥ കേട്ടാലോ? ഇന്നത്തെ കഥയുടെ പേര് നീലക്കുറുക്കൻ. പണ്ട് പണ്ടൊരു കുറുക്കൻ ഭക്ഷണം തേടി നടന്ന് കാട് വിട്ട് നാട്ടിലെത്തി. അല്പദൂരം നടന്നതും അടുത്തുള്ള വീട്ടിൽ നിന്ന് നല്ല കോഴികളുടെ മണം. അവന്റെ നാവിൽ വെള്ളമൂറി. അവൻ പതുങ്ങി പതുങ്ങി ആ വീടിന്റെ പുറകിലെത്തി. കോഴികൾ എവിടെയെന്ന് അവിടെ നിന്ന് എത്തി നോക്കി. കോഴികളെ തിരിയുന്നതിനിടയിൽ അടുത്തിരുന്ന പാത്രങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കാല് തട്ടി പാത്രമെല്ലാം താഴെ വീണു. ചടപടാ ശബ്ദവും. ശബ്ദം കേൾക്കേണ്ട താമസം ആ വീട്ടിലെ നായ്ക്കൾ കുറുക്കനെ ഓടിച്ചു. കുറുക്കൻ ജീവനും കൊണ്ട് ഓട്ടമായി. കാണുന്ന പറമ്പെല്ലാം ചാടി കടന്നു ഓടുന്നതിനിടയിൽ അവനൊരു വെള്ളത്തിൽ വീണു. ബ്ലൂം! അവന് ഒരു വിധത്തിൽ ആ വെള്ളത്തിൽ നിന്നും കരകയറി. കൂട്ടുകാരെ, അലക്കുകാരന്റെ മുറ്റത്ത് കലക്കി വെച്ചിരുന്ന നീലത്തിലാണ് നമ്മുടെ കുറുക്കച്ചൻ വീണത്. വെള്ളത്തിൽ വീണ അവനാകെ നീല നിറമായി. അവൻ ഇതൊന്നും അറിയാതെ കാട്ടിലേക്ക് നടന്നു. ഓടിയതിന്റെ ക്ഷീണത്തിൽ അവനൊരു പാറപ്പുറത്ത് കിടന്ന് നന്നായി ഉറങ്ങി. പിറ്റേന്ന് കണ്ണു തുറന്നു നോക്കിയതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. എല്ലാ മൃഗങ്ങളും അത്ഭുതത്തോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതെന്ത് കഥ? അവരോട് തന്നെ ചോദിക്കാം. അവൻ പാറപ്പുറത്ത് നിന്ന് താഴേക്ക് ഒറ്റ ചാട്ടം. കുറുക്കനെ കണ്ടതും എല്ലാ മൃഗങ്ങളും ഭയന്നോടി. കാണുന്ന മൃഗങ്ങളോടെല്ലാം കാര്യം തിരക്കണമെന്ന് കുറുക്കന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറുക്കനെ കാണുന്ന മൃഗങ്ങളെല്ലാം ഓടുകയാണ്. അവൻ വെള്ളം കുടിക്കാനായി തടാകത്തിന്റെ അരികിലെത്തി. വെള്ളം കുടിക്കാനായി തടാകത്തിലേക്ക് നോക്കിയതും കുറുക്കൻ പേടിച്ച് പുറമോട്ട് മാറി. ഇത് ഏത് ജീവി? അവൻ ഒന്നുകൂടി എത്തി നോക്കി. ഓ, ഇത് ഞാനാണല്ലോ. അപ്പോ ഇതാണല്ലേ കാര്യം. ഈ അവസരം ഒന്ന് മുതലാക്കിയിട്ട് തന്നെ കാര്യം. അവൻ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൂട്ടി പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളുടെ രാജാവാകാൻ ദൈവം എന്നെ അയച്ചതാണ്. സിംഹവും കടുവയും ആനയും എല്ലാവരും കൂടി ആലോചിച്ചു. ഇതുപോലൊരു ജീവിയെ നമ്മൾ മുമ്പ് കണ്ടിട്ടേയില്ല. ഇവനെ ദൈവം അയച്ചു തന്നെയാകും. നമുക്കിവനെ രാജാവാക്കാം, അല്ലാതെ വഴിയില്ല. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവനെ രാജാവായി അംഗീകരിച്ചു. സിംഹവും കടുവയും മന്ത്രിമാരായി കൂടെയും കൂടി. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാറപ്പുറത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നും കുറുക്കന്മാർ ഓരിയിടുന്നതിന്റെ ശബ്ദം കേട്ടു. കുറുക്കൻ അടക്കാനായില്ല. അവനും ഉച്ചത്തിൽ ഓരിയിട്ടു. സിംഹത്തിനും കടുവയ്ക്കും കാര്യം പിടികിട്ടി. അവർ ഒറ്റ ചാട്ടത്തിന് അവർ അവനെ വകവരുത്തി. കൂട്ടുകാരെ, എല്ലാ കാലത്തും നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയില്ല. പറ്റിക്കുന്നത് ഒരു ശീലമാക്കിയവർക്ക് ഇതായിരിക്കും ഗതി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.